പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നൽകിയ ഈ പുതിയ ദിനത്തെ ഓർത്ത്, ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. നിദ്രയിലായിരുന്ന നാം ഓരോരുത്തരെയും, ഈ പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളെയും തൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ നൽകി വിളിച്ചുണർത്തിയ ദൈവം ഒരു പുതുദിനത്തിലേക്ക് കടന്നു വരുവാൻ നാം ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ, സ്നേഹത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഓരോ പ്രഭാതവും നാം ഓരോരുത്തരും ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു വേളയാണ്, നിമിഷങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവമേ, ഞാൻ അങ്ങയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. കടന്നു വന്ന ജീവിത വഴികളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിനെ എങ്ങനെ നന്ദി പറയും എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വലിയൊരു വ്യഗ്രതയായി, ജീവിതത്തിൻ്റെ വലിയൊരു ദാഹമായി മാറുവാൻ ഇടവരണം. അപ്പോഴാണ് നാം ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കൃപകളെ, ദാനങ്ങളെ വീണ്ടും പ്രാപിക്കുവാൻ സജ്ജമായി തീരുക. ഈ പ്രഭാതത്തിൽ വലിയ തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിന് നന്ദി അർപ്പിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇതിന് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ നമുക്ക് ഒരുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നാം ഓരോരുത്തരെയും കേൾക്കുന്ന വചനങ്ങൾ സ്വീകരിക്കാനും അത് ഗ്രഹിക്കുവാനും അതിന് ഫലങ്ങൾ നൽകുവാനും നമ്മെ കഴിവുള്ളവരാക്കി മാറ്റുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കൃപ നമുക്ക് ലഭിക്കുന്നതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധാരൂപിയോടെ പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയനിലങ്ങളിൽ ആഴത്തിൽ പതിക്കുവാനും അവ വളർന്ന് വേരുപാകി കർത്താവെ ഫലം ചൂടുവാൻ ഇടവരുമാറ് പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നിന്റെ കൃപകൾ കൊണ്ട് നീ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾക്ക് 100 മേനി ഫലം നൽകി ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെ നമുക്ക് സമർപ്പിക്കാം.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മാതൃരാജ്യം വലിയ വെല്ലുവിളികളിലൂടെ, പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുന്ന നാളുകളാണിത്. ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്ന, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒക്കെ വലിയ പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സുകളെ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പാകെ നമ്മുടെ മാതൃരാജ്യത്തെയും നമ്മുടെ ഭരണാധികാരികളെയും എല്ലാം സമർപ്പിച്ച് ഇന്നത്തെ പ്രത്യേക നിയോഗമായി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഈ ദിനം വിചിന്തനത്തിനായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. അവർ കടലിൻ്റെ മറുകരയിൽ ഗെരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാൽ ചങ്ങലകളാൽ ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ പൊട്ടിക്കുകയും കാൽ വിലങ്ങൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുത്. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൻ, ഞങ്ങൾ അനേകം പേരുണ്ട്. ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരം അറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണുവാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലിഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടവർ ആ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ശ്രവിച്ചത്. ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷങ്ങളിലും ഇതേ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളിലും ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 28 മുതലുള്ള വചനങ്ങളിലുമാണ് ഇതേ അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഈശോ ഗെരസേനരുടെ നാട്ടിൽ വന്നപ്പോഴാണ് ഒരു പിശാച് ബാധിതൻ അലറി വിളിച്ച് യേശുവിനെ സമീപിക്കുക. ഈ ഗെരസേനരുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. ദെക്കാപോളീസ് എന്ന് പറയുന്ന 10 നഗരങ്ങൾ ഉൾപ്പെട്ട വിശാലമായ ഒരു പ്രദേശത്ത് വരുന്ന സ്ഥലമാണ് ഈ ഗെരസേനരുടെ നാട്. വിജാതിയർ തിങ്ങിപ്പാർക്കുന്ന ഇടം. പ്രിയമുള്ളവരെ,
ഇപ്രകാരം വിജാതീയരുടെ ഒരു ദേശത്ത് ഗരസേനരുടെ നാട്ടിൽ വരുമ്പോഴാണ് പിശാച് ബാധിതനായി മനുഷ്യൻ അലറി വിളിച്ച് യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരിക. അവനെക്കുറിച്ചുള്ള വിവരണം ശ്രദ്ധേയമാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന അവൻ്റെ രീതികൾ വചനം വെളിപ്പെടുത്തുന്നു. അവൻ സ്വയം കല്ലുകൊണ്ട് തന്നെ ഇടിച്ച് മുറിവേൽപ്പിക്കുന്ന സ്വഭാവം. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരുന്നാൽ പോലും അത് പൊട്ടിച്ചെറിഞ്ഞ് കാണുന്നവരെ ഉപദ്രവിക്കുന്ന അവൻ്റെ മനോഭാവം, അവൻ്റെ അവസ്ഥ വളരെ നിസ്സഹായമായ, വളരെ സഹതാപപൂർണമായൊരവസ്ഥയായിരുന്നു ഈ പിശാച് ബാധിതനുണ്ടായിരുന്നു എന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പോൾ കർത്താവിനെ സമീപിക്കുമ്പോൾ അവൻ പറയുന്ന കാര്യമുണ്ട്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? വെളിപ്പെടുത്തൽ നിറഞ്ഞ വാക്കുകളാണ് ഈ പിശാച് ബാധിതനിൽ നിന്ന് പുറപ്പെടുന്നത്. പിശാച് പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇതൊരു വലിയ ഒരു മനോഭാവമാണ്, ഇതൊരു മാനസികാവസ്ഥയാണ്. ഇതേ മാനസികാവസ്ഥ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഒരു കുടുംബത്തിലേക്ക് വികാരിച്ചൻ എന്ന നിലയിൽ കയറി ചെന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ വലിയ ശത്രുതയും കലഹവും വിദ്വേഷവുമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ മതിയോ എന്ന് കുടുംബനാഥനോട് ചോദിക്കുമ്പോൾ കുടുംബനാഥൻ വളരെ പരുഷഭാവത്തിൽ വികാരിച്ചനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട. പല അച്ഛന്മാരും ഇടപെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛനെ സമയം കളയാമെന്നല്ലാതെ അച്ഛൻ ഇടപെട്ടതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അച്ഛന് നല്ലത്. പ്രിയമുള്ളവരെ, ഈ കുടുംബനാഥൻ പറഞ്ഞ ഈ വാക്കുകളും ഈ പിശാച് ബാധിതൻ പറഞ്ഞ വാക്കുകളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അച്ഛൻ എന്തിനാണ് ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? ഇതിൻ്റെ കാരണം എന്താണ്? ജീവിതത്തിൽ മാറ്റം വരുത്താൻ താല്പര്യമില്ല. ഇപ്പോഴുള്ള ജീവിതാവസ്ഥയിൽ തെറ്റൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. ഒരു മാനസാന്തര ദൈവം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാനാകുന്നില്ല. അതുകൊണ്ടാണ് അച്ഛൻ എന്തിനാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് പിശാച് ബാധിതൻ കർത്താവിനോട് ചോദിക്കുക, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പ്രിയമുള്ളവർ, ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു മാനസികാവസ്ഥയാണ് പിശാച് ബാധിതനിലൂടെ പുറപ്പെടുന്ന ഈ മാനസികാവസ്ഥ എന്ന് വളരെ വ്യക്തമായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒരാളിലോ രണ്ടാളിലോ കാണുന്ന ഒരു മാനസികാവസ്ഥയല്ല. പ്രായപൂർത്തി എത്തിയ 21 വയസ്സുകാരൻ, ചെറുപ്പക്കാരൻ, അവൻ കോളേജിൽ പഠിക്കുകയാണ്. അവൻ കോളേജിൽ പോയി സാധാരണ വരുന്നതിന് 2-3 മണിക്കൂർ വൈകി വീട്ടിൽ വന്ന് കയറിയപ്പോൾ കൂലിപ്പണി ചെയ്ത് മകനെ വളർത്തുന്ന പഠിപ്പിക്കുന്ന കുടുംബനാഥൻ അപ്പൻ അവനോട് ചോദിച്ചു, എടാ നീ എന്താണ് ഇത്ര വൈകിയത്? ഉടനെ പരീക്ഷാഭാവത്തിൽ ആ മകൻ അപ്പനോട് പറയുകയാണ്, അപ്പൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടണ്ട. പ്രിയമുള്ളവരെ, ഈ പിശാച് ബാധിതൻ ഈശോയോട് പറഞ്ഞതും ഈ മകൻ അപ്പനോട് പറഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വൈകുന്നേരം കോളേജിൽ പോയി ട്യൂഷന് പോയി സാധാരണ വരുന്ന മകൾ വൈകി വന്ന മകളോട് അമ്മ ചോദിച്ചു, നീ എന്താണ് ഇന്ന് ഇത്ര വൈകിയത്? അപ്പോൾ മകൾ പറഞ്ഞു, അമ്മ എൻ്റെ പ്രൈവറ്റ് കാര്യത്തിലൊന്നും ഇടപെടണ്ട. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് പല കാര്യങ്ങളുണ്ട്, എനിക്ക് പലയിടത്തും പോകേണ്ടതുണ്ടാകും. അമ്മ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. പ്രിയമുള്ളവരെ, അവളും പറയാതെ പറയുന്നത് എന്താ? അമ്മ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ വളർന്നു വരുന്ന ഒരു മനോഭാവം ഇങ്ങനെയൊരു മനോഭാവമാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് അധികാരമുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലാതെ വരിക? എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെത്തുക? പ്രിയമുള്ളവർ, ഇത് നൽകുന്ന ചില സൂചനകളാണ്, ഇത് ചില രോഗലക്ഷണങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതം അത് പിശാചിൻ്റെ തിന്മയുടെ കരങ്ങളിൽ അത് വളരെ ഭദ്രമായി അത് അടിമപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കരങ്ങൾ തങ്ങളിലേക്ക് നീട്ടപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഒരു വ്യക്തിയെ തിന്മ, പാപം, പിശാച് അടിമപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഇങ്ങനെയുള്ള വാക്കുകൾ. ഇത് തിരിച്ചറിയാനുള്ള ചില സൂചനകളാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്ക് തിരിച്ചറിവിനുള്ള അവസരങ്ങളായി നമുക്ക് ഈ വചനങ്ങളെ കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കേണ്ടതാണ്. പക്ഷേ ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ ഇടപെടാതെ അവന് വിട്ടുപോകുന്നില്ല. ക്രിസ്തു അവനോട് ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ, നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. ലെഗിയോൺ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഒരു പറ്റം എന്നാണ്. ഞാൻ ഒരാളല്ല, ഞങ്ങൾ ഒരു പറ്റമാണെന്നാണ് അവൻ ഈശോയോട് പറയുന്നത്. എന്നിട്ട് ഈശോയുടെ ദയാവായ്പിനു വേണ്ടി അവൻ കേഴുകയാണ്. എന്താണ് അവർ കർത്താവിനോട് അപേക്ഷിക്കുന്നത്? നീ ഞങ്ങളെ പുറത്താക്കുമെങ്കിൽ, നീ പുറത്താക്കരുത് എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും അധികാരമുള്ളതുകൊണ്ട് നീ ഞങ്ങളെ പുറത്താക്കുമെങ്കിൽ കാണുന്ന പന്നിക്കൂട്ടത്തിൽ ആവേശിക്കാൻ നീ ഞങ്ങൾക്ക് ദയവായി ഒരു അനുവാദം തരണം. പ്രിയമുള്ളവരെ, കർത്താവ് അങ്ങനെ അനുവദിക്കുകയാണ്. അവനിൽ നിന്ന് പുറപ്പെട്ട പിശാചുക്കൾ അവിടെ മലയരികിൽ മേയുകയായിരുന്ന 2000-ലേറെ വരുന്ന പന്നികളിലേക്ക് ഓടിച്ചെന്ന് ആവേശിച്ചു. പ്രിയമുള്ളവരെ, സമനില നഷ്ടപ്പെട്ട പന്നികൾ കിഴുക്കാൻ തൂക്കായി മലഞ്ചെരുവിലൂടെ ഓടി കടലിൽ പോയി മുങ്ങിച്ചത്തു. 2000 പന്നികളാണ് ഒറ്റയടിക്ക് ഒറ്റ ദിവസം ചാവാനിട വന്നത്. ആ ഗ്രാമത്തിൽ, ആ നാട്ടിൽ വലിയ വാർത്തയായി. നഗരവാസികൾ, ദേശവാസികളൊക്കെ ഇളകി കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. ഉണ്ടായതൊക്കെ അവർ കാണുകയാണ്. പന്നികളൊക്കെ കടലിൽ ചത്ത് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. 2000-ലേറെ പന്നികൾ. ആ കാഴ്ചയ്ക്കൊന്ന് മനസ്സിൽ കാണുന്നത് നല്ലതാണ്. 1, 2, 100, 200 പന്നികളല്ലോ, 2000 പന്നികൾ ചത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച. പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുമ്പോൾ ആ ദേശവാസികൾ കർത്താവിനോട് പറയുകയാണ്, നീ ഞങ്ങളുടെ ഈ നാട് എത്രയും വേഗം നീ വിട്ടുപോകണം. പ്രിയമുള്ളവരെ, നീ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കണം എന്നല്ല പറയുക. പിശാചുബാധിതനായ ആ മനുഷ്യ സുബോധത്തോടെ അവൻ പിശാചുബാധയിൽ നിന്നൊക്കെ സ്വതന്ത്രനായി അവിടെ നിൽക്കുന്നത് അവർക്ക് കാണാം. അവൻ അവരുടെ മുമ്പിലുണ്ട്, അവർക്കൊക്കെ കാണാവുന്ന രീതിയിൽ. പക്ഷെ അവനെ കണ്ടിട്ട് പോലും, അവൻ രോഗസൗഖ്യം പ്രാപിച്ചത് കണ്ടിട്ട് പോലും അവർ ഈശോയോട് പറയുകയാണ്, നീ ഞങ്ങളുടെ നാട്, ദേശം വിട്ടുപോകണം. ചില വികാരിച്ചന്മാരുടെ ഇടവക്കാർ പറയുന്നതും ഇതിൽ നിന്നൊന്നും വിഭിന്നമല്ല. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഒരു വൈദികൻ, ഒരു വികാരിയച്ഛൻ നേരെ ചൊവ്വേ ചെയ്യാനൊരു ഇടവകയിൽ ഒരു ദേശത്ത് ഇറങ്ങി തിരിച്ചാൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. 1-2 മാസത്തിനുള്ളിൽ ഇടവക്കാരൊക്കെ പറയും, അച്ഛൻ ഞങ്ങളുടെ നാട് വിട്ടുപോകണം, കള്ളുകുടിയന്മാരോട് ഇനിമേലിൽ കുടിക്കരുതെന്നും കല്ലു വിൽപ്പനക്കാരോട് കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടണമെന്നും ഇതിവിടെ വിൽക്കാൻ പറ്റില്ലെന്നും ഒക്കെ ധീരമായിട്ട് കർത്താവിൻ്റെ പ്രവാചക ധീരതയോടൊരു വികാരിയച്ഛൻ ഒരു ദേശത്തിറങ്ങി കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, ദേശത്തൊക്കെ ഇടപെടാൻ തുടങ്ങിയാൽ ദേശക്കാർ പറയും, ഇടവക്കാർ പറയും, അച്ഛൻ ഈ ഇടവകയിൽ നിന്ന് വേറെ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ, ഏത് ഇടവകയിലേക്കാന്ന് ഓടിക്കോ, ഞങ്ങളുടെ ഇടവകയിൽ അച്ഛനെ കൊണ്ട് പറ്റുകയില്ല, അച്ഛൻ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും. പ്രിയമുള്ളവരെ, അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കി ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണോ ഞാൻ? എങ്കിൽ ഞാൻ തിന്മയുടെ പിടിയിലാണ്, ഞാൻ പിശാചിൻ്റെ ആധിപത്യത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വിടുതൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്നിൽ പിടിമുറുക്കിയിരിക്കുന്ന പിശാച് എന്നെ പൂർണ്ണമായിട്ടും തകർക്കും, നശിപ്പിക്കും എന്ന് തിരിച്ചറിയാൻ കർത്താവ് ഈ അത്ഭുതത്തിലൂടെ നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. ഏതൊരു തിന്മയും പിശാചിന് നമ്മൾ തുറന്നു കൊടുക്കുന്നൊരു വാതിലാണ്. അതിലൂടെയാണ് അവൻ എൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്കോ സമൂഹത്തിലേക്കോ കടന്നു വന്ന് നാശം വിതയ്ക്കുക. നമുക്ക് തിരിച്ചറിയാം, തമ്പുരാൻ്റെ സന്നിധിയിൽ കർത്താവെ, നീ ആ പിശാച് ബാധിതന് നൽകി വിടുതൽ അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിനും നീ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നിൻ്റെ അതിശക്തമായ കരങ്ങൾ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ, തിന്മയുടെ ആധിപത്യങ്ങൾ ഞങ്ങളെയും പലപ്പോഴും അസ്വസ്ഥരാക്കുന്നു, ഞങ്ങളുടെ മേൽ പലപ്പോഴും പിടിമുറക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നല്ലോ. നല്ല ദൈവമേ, അധികാരപൂർണമായ നിൻ്റെ അധികാര കരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് നീട്ടി പിശാചിൻ്റെ എല്ലാ തരത്തിലുള്ള ആധിപത്യങ്ങളിൽ നിന്ന്
ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കാൽവരിയിലെ കുരിശിൽ പിശാചിൻ്റെ മേൽ, തിന്മയുടെ മേൽ, പാപത്തിൻ്റെ മേൽ എന്നേക്കുമായി വിജയം ഘോഷിച്ച ദൈവമാണ് അവിടുന്ന്. കർത്താവെ, നീ കുരിശിൽ നേടിയ ആ വലിയ തിന്മയുടെ മേലുള്ള വിജയം ഞങ്ങളുടെയും അനുദിന ജീവിതത്തിൻ്റെ അനുഭവമായി തീരുവാൻ നീ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയെ വചന വെളിച്ചത്തിൽ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് സൗഖ്യത്തിൻ്റെയും രക്ഷയുടെയും വിടുതലിൻ്റെയും അനുഭവം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ അനുദിന ജീവിത വഴികളിൽ അമ്മ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് നൽകണമേ. പിശാചിൻ്റെ, തിന്മയുടെ, പാപത്തിൻ്റെ സർവ കെട്ടുകളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുവാൻ തക്കവിധം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ, ജീവിത വഴികളിൽ നിങ്ങളെപ്പോഴും ദൈവത്തോട്, ദൈവവചനങ്ങളോട് വിശ്വസ്ത പുലർത്തി ജീവിച്ച് കടന്നുപോയതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ലോകത്തിലായിരിക്കുമ്പോൾ ദൈവദരിഹിതത്തോട്, ദൈവപ്രമാണങ്ങളോട് വിശ്വസ്തത പുലർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സ്വർഗീയ സൈന്യങ്ങളെ ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. സകല സ്വർഗീയ സൈന്യങ്ങളെ, വ്യൂഹങ്ങളെ ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. सुविशेष
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകം മുഴുവനിലും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ടും പ്രാർത്ഥിച്ചും ആയിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഉയർത്താം. ദൈവത്തിലുള്ള വലിയ പ്രത്യാശയോടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കത്തോലിക്കാ സഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഒരേ മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ സ്വർഗത്തിൻ്റെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി, അഭിഷേകമായി മാറുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനകളിലും ജപമാലകളിലുമെല്ലാം ഈ ശുശ്രൂഷ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മരിയൻ കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കൾ രാപകൽ നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുണയും കരുതലും നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും ഒരു ശുഭദിനം നേരുന്നു. ആമേൻ.